കെ.സി. വേണുഗോപാലിനെതിരെ ഒളിയമ്പുമായി മന്ത്രി കെ മുരളീധരൻ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണല്ലോ ഭരണം നടക്കുന്നത് എന്നും ഭരണ നേട്ടങ്ങൾ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും അവകാശപ്പെട്ടതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. പൊന്നാനി എം.എൽ.എ തന്നെ അക്കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും മുരളീധരൻ ചോദിച്ചു. മലപ്പുറത്തെ സ്വീകരണ പരിപാടിയിൽ കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള എം.എൽ.എമാരുടെ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മുരളീധരന്റെ പ്രതികരണം. പൊന്നാനി എം.എൽ.എ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണല്ലോ കേരളത്തിൽ ഭരണം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേട്ടങ്ങളൊക്കെ മുഖ്യമന്ത്രിക്കും കൂടെ അവകാശപ്പെട്ടാണ്, അത് പാർട്ടിക്കും അവകാശപ്പെട്ടു. ജി വി പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. ജി വി പ്രസാദ്, മലപ്പുറത്തായിരുന്നു ഈ ക്രെഡിറ്റ് തർക്കം നടന്നത്. VSJ അടക്കമുള്ളവർ, അതിനോടൊപ്പം തന്നെ പൊന്നാനി എം.എൽ.എ കെ.പി. നൗഷാദ് അലി തുടങ്ങിയവരൊക്കെ ആർക്ക് ക്രെഡിറ്റ് കൊടുക്കണം എന്ന കാര്യത്തിൽ മത്സരിക്കുന്ന കാഴ്ച കണ്ടു. ഇപ്പോൾ മുരളീധരന്റെ പ്രതികരണം കൂടി വരികയാണ്. അതൊരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ കോൺഗ്രസിൽ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ആരാണ് മുന്നിൽ എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഇന്നലെ മലപ്പുറം DCC ആയിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. അതിൽ ജില്ലയിലെ MLA-മാർക്കായിരുന്നു സ്വീകരണം. അതിൽ നൌഷാദ് അലി ഒഴികെയുള്ള മന്ത്രിമാരും അതുപോലെ തന്നെ MLA-മാരും അടക്കമുള്ളവർ എല്ലാവരും കൂട്ടത്തോടെ കെ.സി. വേണുഗോപാലിനെ പിന്തുണക്കുന്ന സ്ഥിതിയാണ് കണ്ടത്. DC പ്രസിഡന്റും MLA-യുമായിരുന്ന VS ജോയിയെ കൂടാതെ റവന്യൂ മന്ത്രി AP അനിൽകുമാർ അടക്കമുള്ളവരെല്ലാം കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ടൊക്കെ രംഗത്തെത്തി. ആ പരിപാടിക്കും ഒരു കൗതുകം ഉണ്ടായിരുന്നു. അത് എവിടെയും VD സതീശന്റെ പോസ്റ്ററോ ബാനറോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാറ്റിലും കെ.സി. വേണുഗോപാലിന്റെ തലകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം അതിലാകെ സംസാരിച്ചത് കെ.പി. നൌഷാദ് അലി മാത്രമാണ്. VD സതീശനെ കുറിച്ച് പേര് പരാമർശിച്ച് സംസാരിച്ചതെങ്കിൽ ഇന്നിപ്പോൾ കെ മുരളീധരൻ ആ വിഷയം ഏറ്റെടുക്കുന്നു. ഭരിക്കുന്നത് VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണല്ലോ, അങ്ങനെയാണല്ലോ ക്രെഡിറ്റ് ഉണ്ടാകേണ്ടത് എന്ന നിലയിലാണ് കെ മുരളീധരൻ അതിനെ വിലയിരുത്തുന്നത്. ഉറപ്പായും ഇന്നലത്തെ ചടങ്ങിൽ വലിയ പിന്തുണ കെ.സി. വേണുഗോപാലിനായിരുന്നു. VD സതീശന് കാര്യമായ പിന്തുണ ഇന്നലെ കിട്ടാതെ പോയി എന്നുള്ളതാണ് കെ മുരളീധരൻ ഇതുപോലെ രംഗത്ത് വരാനുള്ള കാരണം. അതും ജി പ്രസാദ്, ഇതിപ്പോ ഒന്നോ രണ്ടോ പേർ അങ്ങനെ പറഞ്ഞു പോകുന്നു എന്നതിനപ്പുറത്ത് ഇങ്ങനൊരു അവകാശ തർക്കം നിലവിലുണ്ടോ? ഉറപ്പായുമുണ്ട്, നേരത്തെ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. VD സതീശൻ മുഖ്യമന്ത്രിയായ സാഹചര്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുമുണ്ട്. അവസാന നിമിഷം വരെ കെ.സി. വേണുഗോപാൽ തന്നെ ആകും എന്നുള്ളതായിരുന്നു. കാരണം ബഹുഭൂരിപക്ഷം പേരുടെയും പിന്തുണ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കൂടി കെ.സി. വേണുഗോപാലിനായിരുന്നു. കെ.സി. വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാകും എന്നുള്ള ഘട്ടത്തിലാണ് VD സതീശൻ മുഖ്യമന്ത്രിയായത്. VD സതീശന് വേണ്ടി വലിയ പ്രകടനങ്ങൾ നടന്നു. മറ്റു തരത്തിലുള്ള പിന്തുണകൾ VD സതീശന് വേണ്ടി ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ പാർട്ടിയിൽ ഇപ്പോഴും പിന്തുണ കൂടുതലുള്ളത്, കൂടുതൽ MLA-മാരായാലും കൂടുതൽ മന്ത്രിമാരായാലും എല്ലാവരും പിന്തുണയ്ക്കുന്ന ഇപ്പോഴും കെ.സി. വേണുഗോപാലിനെ തന്നെയാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് കണ്ടതും അത് പ്രത്യക്ഷമായി വന്നു എന്നേ ഉള്ളൂ. മാധു, ശരി, ജി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് കെ.പി. നൗഷാദ് അലിയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് ബഹുമാന്യനായ മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ആ സർക്കാരിന്റെ കരങ്ങൾക്ക് കരുത്ത് പകർന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാമെന്നൊരു പ്രത്യാശ മാത്രം ഈ വേളയിൽ പങ്കുവെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. VS ജോയിയുടെ ഒരു പ്രതികരണം കൂടി ഉണ്ടായിരുന്നു. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എന്നേക്കാൾ കൂടുതൽ ഈ മണ്ഡലത്തിലെ വിജയപരാജയവുമായി ബന്ധപ്പെട്ട് ടെൻഷൻ ഉണ്ടായിരുന്നത് കെ.സി. വേണുഗോപാലിനാണ് എന്നതടക്കമുള്ള പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. നമുക്ക് അതുകൂടി കേൾക്കാം. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഞാൻ തവനൂരിൽ വിജയിച്ചതിൽ വിജയിക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ മത്സരിക്കുമ്പോഴും എനിക്ക് സീറ്റ് ലഭിക്കുമ്പോഴും ഞാൻ തിരഞ്ഞെടുപ്പ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോഴും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കുണ്ടായതിനേക്കാൾ വലിയ ടെൻഷൻ എന്നെ കുറിച്ച് വച്ചു പുലർത്തുന്ന നേതാവെന്ന് ഞാൻ കരുതിയത് പ്രിയപ്പെട്ട കെ.സി. വേണുഗോപാൽ MP ആണ്. അദ്ദേഹം തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും എന്നെ സംബന്ധിച്ച് ഞാൻ മത്സരിക്കണമോ മത്സരിക്കണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്ന ആ സന്ദർഭത്തിലൊക്കെ തന്നെ എനിക്ക് വേണ്ടി മറ്റ് 140 സീറ്റുകളിൽ 139 കാര്യത്തിൽ എടുത്തതിനേക്കാൾ ഏറ്റവും കൂടുതൽ നന്നായി ശ്രദ്ധിക്കുക എന്നെ കെയർ ചെയ്ത പ്രിയപ്പെട്ട നേതാവ് കെ.സി. വേണുഗോപാൽ MP ആണ്. ടി വി പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. ടി വി പ്രസാദ്, ഒരു അനുമോദന ചടങ്ങായിരുന്നു. അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ടുന്ന ആവശ്യകത പോലും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബലാബലത്തിലേക്ക് കാര്യങ്ങൾ പോയത്? കൃത്യമായും അതിനൊരു രാഷ്ട്രീയമുണ്ട് മാധു. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി ആക്കാത്തതിൽ ഇപ്പോഴും കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അമർഷമുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് സമീപകാലത്ത്, അതായത് സംസ്ഥാന സർക്കാർ
രൂപീകരിച്ചതിന് ശേഷം വി ഡി സതീശൻ അധികാരത്തിൽ വന്നതിന് ശേഷം അത് കുറച്ചുകൂടി ശക്തമായി എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസ് സംവിധാനത്തിന് ഒരു തരത്തിലുള്ള ആശയവിനിമയം പോലും ഈ സർക്കാരിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള ഇടപെടാനും കഴിയുന്നില്ല. പാർട്ടി എന്ന നിലയിലുള്ള ഇടപെടലുകൾ വലിയ തോതിൽ കുറയുന്നു. കൂടിയാലോചനകൾ തീരെ കുറയുന്നു. ഇത്തരം സംഭവങ്ങൾ കൂടുതൽ രൂക്ഷമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനൊരു സ്വീകരണം വന്നത് എന്നുള്ളത് കൂടിയാണ് ഇത് പുറത്ത് തുറന്നു പറയാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ നൌഷാദ് അലിയും അതുപോലെ തന്നെ ജോയിയും സംസാരിക്കുന്നതാണ് കേട്ടത്. ആര്യാടൻ ഷൌക്കത്ത് ഒന്നുകൂടി പറഞ്ഞത് നേരത്തെ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള കാരണം തന്നെ കെ സി വേണുഗോപാൽ ആയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ബഹുഭൂരിപക്ഷം MLA-മാരും കെ സി വേണുഗോപാലിന്റെ പേര് പറഞ്ഞുകൊണ്ട് കെ സി വേണുഗോപാൽ എത്രത്തോളം അവരെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞതെങ്കിൽ ആ സന്തത സഹചാരിയാണ് വി ഡി സതീശന്റെ സന്തത സഹചാരിയാണ് നൌഷാദ് അലി. പക്ഷേ വി ഡി സതീശന്റെ പേരൊന്നു പറഞ്ഞുപോയി എന്നതല്ലാതെ അതിൽ കൂടുതലൊന്നും പറയാനും തയ്യാറായിട്ടില്ല എന്നുള്ളതും കൗതുകം തന്നെയാണ്. എന്തായാലും അത് ഏറ്റുപിടിക്കുകയാണ് ഇന്നിവിടെ തിരുവനന്തപുരത്ത് കെ മുരളീധരൻ. ഉറപ്പായും ഇത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ കെ സി വേണുഗോപാൽ അതുപോലെ വി ഡി സതീശൻ ചേരി സംസ്ഥാനത്ത് അതിരൂക്ഷമായുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷത്തിന്റെ പിന്തുണ ഇപ്പോഴും നേരത്തെ ഉള്ളതുപോലെ കെ സി വേണുഗോപാലാണ്. പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് ആരെയാണ് അനുകൂലിക്കുന്നത് എന്നത് വ്യക്തമാക്കിയും ആരാണ് സഹായിച്ചത് എന്നത് വ്യക്തമാക്കിയും കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്.